ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റഷ്യൻ ഹണി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലല്ല, ഒരു ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു വെറൈറ്റി ആയിട്ടുള്ള കേക്കാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കേക്കിൻ്റെ ബേസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് അങ്ങനെ പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വിസ്ക് വെച്ച് ചെയ്താൽ തന്നെ മതി. പിന്നെ ഇത് സാദാ പഞ്ചസാര ആണ്, പൊടിക്കാത്തത്. ഇതിലേക്ക് നല്ലത് ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ബ്രൗൺ ഷുഗർ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ നോർമൽ ഷുഗർ യൂസ് ചെയ്യുന്നത്. മുട്ടയും പഞ്ചസാരയും മിക്സായി കഴിഞ്ഞാൽ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ബട്ടറും ഹണിയും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് 100 ഗ്രാം ബട്ടർ ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/3 കപ്പ് തേൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അവസാനം 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കണം. ഇനി ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടൻ്റെ മിക്സിലേക്ക് ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 2 കപ്പ് മൈദപ്പൊടി അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇത് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലാക്കിയെടുക്കണം. കൂടുതൽ മൈദപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക.
എല്ലാം പരത്തി കഴിഞ്ഞാൽ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഫ്ലെയിം സിമ്മിലാവണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമ്മൾ പരത്തി വെച്ചത് ഇതിൽ വെച്ചിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന വരെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. ഇങ്ങനെ എല്ലാം ചുട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് സമയം ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്കിത് വെറ്റാക്കാനുള്ള സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് നേരെ ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം 1 കപ്പിൻ്റെ അടുത്തുണ്ട്. പിന്നെ പലരും കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യമാണ് വിപ്പിംഗ് ക്രീം സ്റ്റിഫായിട്ട് കിട്ടുന്നില്ല എന്ന്. അതെന്താ വെച്ചാൽ നമ്മൾ നോൺ ഡയറി ആയിട്ടുള്ളത് യൂസ് ചെയ്യണം, എന്നാലേ നല്ല സ്റ്റിഫായിട്ടുള്ള പീക്സ് കിട്ടുള്ളൂ. ഈ റിറ്റ്സൊക്കെ പോലത്തെ ബ്രാൻഡ് യൂസ് ചെയ്താൽ മതി. ഡയറി ആയിട്ടുള്ളത് അത്ര സ്റ്റിഫാവില്ല, അമൂലിൻ്റെ ഒക്കെ പോലത്തത് അത്ര സ്റ്റിഫാവില്ല. പിന്നെ ആയാൽ തന്നെ പെട്ടെന്ന് തന്നെ ലൂസായി പോവുകയും ചെയ്യും. അപ്പം ഡയറി അല്ലാതെ നോൺ ഡയറി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീംസ് യൂസ് ചെയ്യുക. പിന്നെ ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ബീറ്ററിൻ്റെ ബ്ലേഡ്സും ആ ബൗളും ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ സ്റ്റിഫ് പീക്സ് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് പൗഡർഡ് ഷുഗർ ചേർക്കും വേണം. 1 കപ്പ് വിപ്പിംഗ് ക്രീമിന് 6 ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗറാണ് കണക്ക്. അങ്ങനെ ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ബാലൻസ് വന്ന മാവ് ഞാൻ അങ്ങനെ വലിയ ഷേപ്പൊന്നും ഇല്ലാതെ പരത്തിയിട്ട് ചുട്ടെടുത്തതാണ്. ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം, നമ്മുടെ കേക്കിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം 10 എണ്ണം ഉണ്ട്. 10 ലെയറുള്ള കേക്കാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. ഇങ്ങനെ 10 എണ്ണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര വെച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഒരു ടേൺ ടേബിൾ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കേക്ക് ബോർഡിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പം മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ക്രീമിൻ്റെ മേലെയായിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള സിറപ്പ് വെച്ചിട്ട് വെറ്റാക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ലെയേഴ്സും ചെയ്യുക. ആദ്യം കേക്ക് വെക്കുക, അത് വെറ്റാക്കി കൊടുക്കുക സിറപ്പ് വെച്ചിട്ട്, പിന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇങ്ങനെ എക്സസ് വന്നിട്ടുള്ളത് തട്ടിക്കൊടുത്തിട്ട് കേക്ക് ബോർഡിൻ്റെ സൈഡൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. ഇനി നമുക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റാർ ടിപ്പ് നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ക്രീമും അതിൽ ഫില്ല് ചെയ്യുക.
ഇത് വെച്ചിട്ട് കേക്കിൻ്റെ മേൽഭാഗത്തും അടിയിലും ഇതുപോലെ ഡിസൈൻ ആക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഈ കേക്കിൻ്റെ ബാക്കി വന്നിട്ടുള്ള പീസസ് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. അങ്ങനെ നമ്മുടെ റഷ്യൻ ഹണി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കണം, എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരിക. ഇമെയിൽ ID ഞാൻ വീഡിയോൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാ ഐഡിയും മിസ്സസ് മലബാറിൻ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്